ഇന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 26-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. അബ്രഹാം എൻ്റെ വാക്കു കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്കിൻ്റെ അടുക്കൽ ദൈവം വന്നിട്ട് ഇസഹാക്കിനോട് പറഞ്ഞ വാക്കുകൾ, അതായത് 26-1 പറയുക, there was a famine in the beside the first famine, that was the days of Abraham, and Isaac went to Abimelech king of Philistines in Gerar. അതായത് അബ്രഹാമിൻ്റെ കാലത്ത് ഒരു ക്ഷാമമുണ്ടായി. ഈ അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായപ്പം അബ്രഹാം ഈജിപ്തിലേക്ക് പോയി, മിസ്ർ ദേശത്തേക്ക് പോയി. അവിടെ 10 വർഷം താമസിച്ചു. ഒരിക്കൽ പോലും ദൈവം അബ്രഹാമിനോട് സംസാരിച്ചില്ല. ആദ്യമായിട്ട് ബൈബിളിൽ സ്വപ്നം കണ്ടതാരാന്നറിയോ? ബൈബിളിൽ ചരിത്രം അനുസരിച്ച് ആദ്യമായിട്ട് സ്വപ്നം കണ്ടതാരാ? നോർത്ത് നോക്കി പെട്ടെന്ന് പറ. ആദ്യമായിട്ട് സ്വപ്നം കാണുന്നതാരാ ബൈബിളിൽ? സ്വപ്നം കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബ്. ഇനി പെട്ടെന്ന് പറ, സമ്മാനം തരാം. എന്ന് പറഞ്ഞ് ആരായിരുന്നു ആദ്യം സ്വപ്നം കണ്ടത്? ജോസഫ്. യാക്കോബിന്റെ മോന. അതിനൊക്കെ മുമ്പ് ആദ്യമായിട്ട് സ്വപ്നം കണ്ടതാരാന്ന് എഴുതിയിരിക്കുന്നറിയാമോ? അബിമലേക്ക്. ഈ അബിമലേക്ക് ആർക്ക് വേണ്ടി സ്വപ്നം കണ്ടെന്നറിയോ? എബ്രഹാമിന് വേണ്ടിയിട്ടാ. അബ്രഹാം സ്വപ്നം കണ്ടില്ല. അബ്രഹാം കാണേണ്ടടുത്ത് കണ്ടതാരാന്നറിയോ? അബിമലേക്ക. അതായത് ഈ 10 വർഷം ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് ആയിരിക്കേണ്ട സ്ഥലത്ത് ആയിരിക്കാതെ മിസ്രയീം ദേശത്തേക്ക് പോയ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തില്ല? സമ്പത്തൊക്കെ കൊടുത്തു. ഇഷ്ടം പോലെ കഴുതയും ഒട്ടകവും ദാസന്മാരും ദാസിമാരും ഒക്കെ കൊടുത്തു. അതിൻ്റെ കൂടത്തിലൊരു മുള്ളും കൊടുത്തു, ഹാഗാർ. ഈ ഹാഗാറിൽ നിന്നുണ്ടായത് ഇസ്മായേൽ. ഇന്നും ആ വിഷവിത്തിൻ്റെ വിഷം ലോകത്തിൽ കിടന്ന് കറങ്ങുക, മാറിയില്ല. അതായത് ദൈവത്തിൻ്റെ ഹിതമില്ലാതെ പോയ സ്ഥലത്ത് നിന്ന് കിട്ടിയ നന്മയില്ലേ, ആ നന്മയോടൊപ്പം ഒരു മുള്ളും വന്നു. ആ മുള്ള് ഇന്നും നമുക്കും നമ്മുടെ തലമുറകൾക്കും ലോകത്തിനും ഒരു അസ്വസ്ഥതയായി മാറി. അതായത് നമുക്ക് ദൈവഹിതമില്ലാത്തിടത്ത് പോയാലും ചിലപ്പം പണവും ലാഭവും ഒക്കെ കിട്ടും. പക്ഷേ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. അബ്രഹാം ഈ ക്ഷാമസമയത്ത് പോയതുപോലെ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ സമയത്ത് ഒരു ക്ഷാമം വന്നു. ഈ ക്ഷാമം വന്ന സമയത്ത് അബിമലേക്കിൻ്റെ അടുക്കിലേക്ക് പോകാൻ, അതായത് ദൈവം പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോകാനായിട്ട് ഇസഹാക്കും വട്ടം കൂട്ടുന്ന സമയത്ത് ദൈവം പ്രത്യക്ഷനായി. ദൈവം അദ്ദേഹത്തെ പറഞ്ഞു, ഇസഹാക്കെ പോകണ്ട. എന്തുകൊണ്ടെന്നാ? ബിക്കോസ് ഓഫ് യുവർ ഫാദർ എബ്രഹാം. നിന്റെ പിതാവായ എബ്രഹാം മുഖാന്തരം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹിക്കാനുള്ള കാരണം അവിടെ 5 കാരണങ്ങൾ പറയുന്നുണ്ട്. 5 കാരണം. ഒന്നാമത്തെ കാരണം, അവൻ എൻ്റെ വാക്ക് കേട്ടു. അവൻ എൻ്റെ വാക്ക് കേട്ടു. 2, എൻ്റെ നിയോഗവും എൻ്റെ കൽപ്പനയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചു. അപ്പൊ ഇത് 5ഉം ഈ 5 ഒന്നല്ല. അതിൻ്റെ ആദ്യത്തേത് അബ്രഹാം, അതായത് തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചനം കണക്ട് ചെയ്തിരിക്കുക. അതായത് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഇസഹാക്ക് ചെയ്തതുകൊണ്ടല്ല,
ഈ വാക്ക് ഇവിടെ വെളിപ്പെട്ടത് ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാം ചെയ്തതുകൊണ്ടാണ്. പറയുക, നിന്റെ പിതാവായ അബ്രഹാം. അപ്പൊ ഇസഹാക്കിന്റെ പ്രവൃത്തികളല്ല ഈ പ്രത്യക്ഷതയ്ക്ക് കാരണം. ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാം കാരണമാണ്. അപ്പൊ അബ്രഹാം എന്തു ചെയ്തു, ആ അനുഗ്രഹം പകരപ്പെടാൻ എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, ബിക്കോസ് യുവർ ഫാദർ എബ്രഹാം ഒബേഡ് മൈ വോയിസ്. അവൻ എൻ്റെ വാക്ക് കേട്ടു. എന്തായിരുന്നു വാക്ക്? എന്തായിരുന്നു വാക്ക്? അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് എന്തായിരുന്നു? ഉറക്കെ പറഞ്ഞാട്ടെ. എന്തോ? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക. അതായത് നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശവും വിട്ടെന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. അതായിരുന്നു വാക്ക്. നിയോഗം എന്തായിരുന്നു അബ്രഹാമിന് കൊടുത്ത നിയോഗം? ഇപ്പം നമ്മൾ പ്രവചിക്കുമ്പോഴൊക്കെ ചില നിയോഗങ്ങൾ കാണുന്നു എന്നൊക്കെ കേൾക്കാം. നിയോഗം എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ? ദ ചാർജ് എന്നാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോയിൻമെന്റ്, ചാർജ്, നിയോഗം. എന്തായിരുന്നു അബ്രഹാമിന് കൊടുത്ത നിയോഗം? നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക കേട്ടോ. ഇത് ചെയ്യാതെ നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഈ ദശാംശം കൊടുത്താൽ മാത്രം അനുഗ്രഹം പ്രാപിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഗ്രഹത്തിൽ നിലനിൽക്കണമെങ്കിലുണ്ടല്ലോ ചട്ടവും പ്രമാണവും കൽപ്പനയുണ്ട്, നിയോഗമുണ്ട്, വാക്കുമുണ്ട്. ഈ 5 എണ്ണം കണക്ട് ചെയ്ത് കിടക്കുക. ഈ 5 വശങ്ങളാണ്. ചിലർക്ക് പണത്തിൽ അനുഗ്രഹിക്കപ്പെടും, പക്ഷേ മക്കളുടെ കാര്യം വരുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടത്തില്ല. മക്കളെ എന്നും ഒരു തലവേദനയായിരിക്കും. പണം ഉണ്ടായിരിക്കും, ആരോഗ്യം ശരിയായിരിക്കത്തില്ല. ഇത് ഈ ചട്ടവും പ്രമാണവും ഇതെല്ലാം ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഒരു മതിൽക്കെട്ട് പോലെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതൊന്നിനോടൊന്ന് കണക്ട് ചെയ്ത് കിടക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ ചിലർ വലിയ ദൈവദാസന്മാരായിരിക്കും, വലിയവരായിരിക്കും, പക്ഷെ മക്കള് ഒരുത്തര് പോലും ദൈവവേല കാണത്തില്ല, ദൈവവേല കാണത്തില്ല. ചിലർ നല്ല വിശ്വാസികളാണ്, പട്ടിണിയായിരിക്കും. ചിലര് ദേശത്ത് ചീത്തപ്പേരുണ്ടാക്കുന്നവരായിരിക്കും. വിശ്വാസികൾ ഇതിൻ്റെ എല്ലാം കാരണം ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടം ഈ 26-ന് 4-5 വാക്ക് വെളിപ്പാട് പുസ്തകം വരെ ഇങ്ങനെ കണക്ഷൻ കിടക്കുക ഇതിൻ്റെ. അപ്പം എന്തുവാ വാക്ക്? മൈ വോയിസ്. ആദ്യം എന്താ? എൻ്റെ വാക്ക് കേട്ടു. വാക്ക് എന്തായിരുന്നു? നീ നിന്റെ ചാർച്ചക്കാരെ വിടുക. അത് കേട്ടു. രണ്ടാമത് നിയോഗം എന്തായിരുന്നു? അബ്രഹാമിനെ വിളിക്കാൻ 4 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. 4 അബ്രഹാമിനെ വിളിക്കാൻ. നമ്മുടെ ഓരോരുത്തരുടെയും വിളിയിൽ ഈ 4 കാരണങ്ങൾ നിക്ഷിപ്തമായിരിക്കുക. ഈ 4 കാരണങ്ങൾ ഓരോ വ്യക്തിയുടെ വിളിയിലുണ്ട്. ഒന്ന്, ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജനമായി മാറുക. അതായത് ദൈവത്തിൻ്റെ ജനം മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ ജനമായി നിൽക്കുവാൻ അബ്രഹാമിനെ BC 1921 ഷേം വംശത്തിൽ നിന്ന് ദൈവം വിളിച്ചു. 3 വംശങ്ങളാണ് ഉള്ളത്. ഒന്ന് ഏത്? ഷേമിന്റെ വംശം, അതാ വെള്ളക്കാര്. രണ്ടാമത്തേത് ഹാമിന്റെ, അതാ ആഫ്രിക്കൻസ്. മൂന്നാമത് ജാഫേത്തിന്റെ കുടുംബം, അതാ നമ്മള്. ഈ കളറുള്ളതും ഇത് 3 വംശങ്ങളെ ലോകത്തിലുള്ളൂ. ഈ 3 കളറേ ഉള്ളൂ. ഒന്ന് ഷേമിന്റെ വംശം, അത് വെള്ളക്കാര്. ആ വംശത്തിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ മെസൊപ്പൊത്തോമിയിൽ നിന്ന് വിളിച്ചത്. എന്തിനാ? ദൈവത്തിന്റെ ഒരു വിശുദ്ധ ജാതിയെ അബ്രഹാമിൽ നിന്നുളവാക്കുക. അതായത് ലോകത്തിനെ
ഒരു 25 ലക്ഷം ഭാഗമായിട്ട് ഇങ്ങനെ ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം അബ്രഹാമിന് വാഗ്ദാനം ചെയ്തു. അതായത് അന്യജനങ്ങൾക്ക് മറ്റുള്ള ഭാഗങ്ങൾ വിട്ടുകൊടുത്തിട്ട് ദൈവം അബ്രഹാമിനെ വിളിച്ച് എന്തിനാ? ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജനമായി തീരുവാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ വിളി അബ്രഹാമിന്. നമ്മൾ പാടില്ലേ, യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. ഒന്ന് പാടിക്കേ, യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. അപ്പം ദൈവം തന്റെ ജനമായിരിക്കേണ്ടതിന് അബ്രഹാമിനെ വിളിച്ചു. ആ അബ്രഹാമിന്റെ വാഗ്ദാനം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു. ആ വിശ്വാസത്തിന്റെ അളവനുസരിച്ച് നമ്മൾ വേർതിരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ അബ്രഹാമിൽ നിന്നുളവാക്കുക. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനം എഴുതുകയും അത് ലോകത്തിൽ പ്രസംഗിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുക അബ്രഹാമിന്റെ സന്തതിയിലൂടെ. നാലാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, അബ്രഹാമിന്റെ സന്തതിയിലൂടെ ഒരു രക്ഷകനെ, ലോകരക്ഷകനെ ലോകത്തിന് നൽകുക. നമ്മുടെ ഓരോരുത്തരുടെയും വിളിയിൽ ഈ 4 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 4 കാര്യങ്ങളാ. ഈ 4 കാര്യങ്ങളും അടങ്ങിയിരിക്കുക. ഓരോരുത്തരുടെയും വിളിയിൽ ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജനമായി നിൽക്കണം. നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടമായിട്ട് നിൽക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തു എന്ന രക്ഷകനെ നമ്മിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തണം. ആ 4 കാര്യങ്ങൾ നമ്മുടെ വിളിയിലും ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പം ഈ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ എത്രയാ? 5 കാര്യങ്ങൾ. എൻ്റെ വാക്ക് കേട്ടു. വാക്ക് കേട്ടത് എന്താ? പുറപ്പെട്ടു പോരുക. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പലർക്കും അനുഗ്രഹത്തെ നിലനിർത്താൻ പറ്റുന്നില്ല. 10 വർഷവും 20 വർഷമൊക്കെ കഴിഞ്ഞിട്ടും ദൈവം തന്ന വാഗ്ദാനത്തിലേക്ക് വളരാൻ സാധിക്കുന്നില്ല. കുടുംബത്തിൽ പ്രശ്നങ്ങൾ, മക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, രോഗികളായി തീരുക. ഞാൻ ബൈബിളിൽ കണ്ടത് എന്നാണെന്നറിയോ? നന്മയുടെ ഒരു സമൃദ്ധി നമുക്ക് ദൈവം വാഗ്ദാനമായി തന്നിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയിൽ പോയി ആരെ കൊണ്ടിലും പ്രാർത്ഥിച്ചു, ആ സമയത്ത് വിടുതൽ ഉണ്ടാകും. അഭിഷിക്തരാണെങ്കിൽ ആ സമയത്ത് വിടുതൽ. പക്ഷെ അത് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. നിർബന്ധം എപ്പോഴാണെന്നറിയോ അത് നിലനിൽക്കുന്നത്? ഈ വിളി, വാക്ക് കേൾക്കണം. എന്തുവാ? വിട്ടുപോരുക. അതായത് വേർപാടില്ലാത്ത ഒരു ജീവിതത്തിൽ ദൈവിക സാന്നിധ്യത്തെ നിലനിർത്താൻ കഴിയില്ല. നമ്മൾ വിളി കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിട്ടുപോരും. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ഒരിക്കലും ഞാൻ അവരുടെ കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അവരുടെ ആചാരങ്ങളുമായിട്ട് തിരിച്ചു പോയിട്ടില്ല. അതായത് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്തുവാ? പഴയ കുടുംബ ബന്ധം, കുടുംബ ആചാരങ്ങള്, മര്യാദകള്, ആ നടപ്പിന് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ കുഴിച്ചിടണം. കുഴിച്ചിട്ടതിന് ശേഷമാണ് എന്ത്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് പഴയ നടപ്പിലേക്ക് പിന്നെ പോകരുത്. അതായത് വിശ്വാസത്തിൽ വന്നതിന് കഴിഞ്ഞും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ മാമോദീസ മുങ്ങുമ്പം അവിടെ പോയി കഴിക്കും. അതായത് നമ്മൾ വിട്ടുപോകുന്നതാ. നമ്മുടെ ബന്ധുക്കളുടെ വീട്ടില് ഈ മാമോദീസ നടക്കുമ്പം ആ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആചാരങ്ങളിലൂടെ ആ പിശാച് എന്ത് ചെയ്യുന്നത്? കയറി വരുന്നത്. ഏതൻസിൽ ആദ്യമായിട്ട് തുടങ്ങിയതാ ഏത്? കേക്ക് കട്ടിങ്.
അതെന്താണെന്നറിയോ? ദുർമന്ത്രവാദത്തിന്റെ ഒരു ശൈലിയാ. അതായത് ബ്ലാക്ക് മാജിക്കിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? മന്ത്രവാദം, ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? അവരുടെ പേരെഴുതിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, തീയിലിട്ട് കത്തിക്കുക. ഇല്ലെങ്കിൽ നിൽക്കുന്ന ഈ ആളുകളുടെ മുടി എടുത്തുകൊണ്ട് പോയിട്ട് ആ മുടി ഇങ്ങനെ പല പ്രാവശ്യം കെട്ടിയിട്ട് അതെന്ത് ചെയ്യും? കത്തിക്കും. പിന്നെ അഴിക്കാൻ പാടില്ല. അതാ ദുർമന്ത്രവാദം. അതായത് നമുക്കില്ലാത്ത, ഇപ്പം പെന്തിക്കോസുകാരും തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നേ. അവർ സകലത്തിനും, ഏത് കല്യാണം കഴിക്കുന്ന ദിവസം മുതൽ അവരുടെ മെഴുകുതിരി ഊതിക്കെടുത്തും, വിളക്കിനെ. അതായത് പ്രകാശത്തെ ഊതിക്കെടുത്തിയിട്ട് രണ്ടുപേരും കൂടെ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങും. അറിയാമോ? കേരളത്തിൽ നടക്കുന്ന 80% വിവാഹമോചന കേസും ക്രിസ്ത്യാനിയുടെയാണ്. അന്ന് തുടങ്ങുന്ന കണ്ടീര് ജനിച്ച് വീഴുമ്പോൾ മുതൽ ഓരോ വർഷം എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. നമ്മുടെ പേര് എഴുതി വെച്ചിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്യുക. ഹലോ, നമ്മളുടെ പേര് എഴുതി വെച്ചതിന് ശേഷം മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ആരാ ഊതിക്കെടുത്തുന്നേ? നമ്മൾ തന്നെ ഊതിക്കുക. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ആരാ തിന്നുന്ന? ആദ്യം നമ്മൾ തന്നെയാ. അതായത് നമ്മളെ കട്ട് ചെയ്ത് നമ്മളെ, അതായത് ചിലർ ചോദിക്കും പേരെഴുതാതെ കട്ട് ചെയ്താലോ? യേശു ക്രിസ്തുവിന്റെ പേരെഴുതിയിട്ടൊന്നും അല്ല നമ്മൾ മുറിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെ പുറകിൽ ഒരു സിംബോളിക് മീനിങ് ഉണ്ട്. നമ്മൾ അതിനകത്ത് ചേരരുത്. വിശ്വാസികളായിട്ടും ഓണം ഉണ്ട് നടക്കുന്നവരെനിക്കറിയാം. ഓണം ഉണ്ണാൻ പോകും. അതായത് നീ നിന്റെ പിതൃഭവനത്തെ വിടുക എന്നുള്ളത്, ആ വിടുന്ന ആചാരമില്ലേ, ആ സ്വഭാവമില്ലേ, നമ്മുടെ ജീവിതത്തിൽ കാണാത്തിടത്തോളം കാലം നമുക്ക് വേർപാടില്ല. ഹല്ലേലൂയ. മുങ്ങൊക്കെ ചെയ്തു, പക്ഷെ നമ്മുടെ അവയവങ്ങളെ മരിപ്പിച്ചിട്ടില്ല. പഴയ സ്വഭാവം വീണ്ടും എന്ത് ചെയ്യുക? ധരിക്കുക. അതായത് എന്ത് സംഭവിക്കും? അവിടെ വിടുതലിന്റെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കത്തില്ല. സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. നമ്മൾ സ്നാനപ്പെട്ടാൽ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? രോഗഭോഗങ്ങളോട് കൂടെ ഉഴിഞ്ഞു കളയുവാൻ, ഉരിഞ്ഞു കളയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവകാശം തരണം. എന്റെ വാക്ക് കേട്ടു എന്ന വാക്ക്, വിട്ടുപോരുക എന്ന വാക്ക് അബ്രഹാം അനുസരിച്ചത് കൊണ്ട് വേർപാട് വേണം. വേർപാട്. സ്തോത്രം. ഹല്ലേലൂയ. മർത്തോമായിൽ നിന്ന് മുങ്ങി എന്ന് പറഞ്ഞിട്ട്, യാക്കോബായിൽ നിന്ന് മുങ്ങി എന്ന് പറഞ്ഞിട്ടും, കത്തോലിക്കായിൽ നിന്ന് മുങ്ങി എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഹിന്ദുക്കളിൽ നിന്ന് മുങ്ങി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ? ഈ പഴയതിനെ എന്ത് ചെയ്യണം? ഹലോ, പഴയതിനെ എന്ത് കളയണം എന്ന് പറഞ്ഞ് പഴയതിനെ ഇതേ ഇപ്പം അനുഗ്രഹം വരുമെന്നൊന്നും പറഞ്ഞ വരില്ല കേട്ടോ, വരില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രൈസല്ലോ, ഞാൻ 37 വർഷമായിട്ട് ഈ ഗ്രാമങ്ങളിലൂടെ നടക്കുക. അതായത് ക്രിസ്ത്യാനികളെയല്ല ഞാൻ സ്നാനപ്പെടുത്തിയിരിക്കുന്നത്. അവർ വീണ്ടും ഇവിടേക്ക് പോയ അതേ പൈശാചിക ശക്തി വീണ്ടും അവരിൽ തിരിച്ചു വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസല്ലോ. പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം ഈ ശക്തി വിട്ടുപോയി കഴിഞ്ഞിട്ട് 10 ദിവസം ഉപവസിച്ചാലും വീണ്ടും അത് വന്നു കഴിഞ്ഞാൽ പോകില്ല. അവകാശം പറയും, വിളിച്ചു പറയും. നമ്മൾ കിടന്ന് തുള്ളണമെന്നൊന്നും നിർബന്ധമില്ല. പിശാച് പിടിച്ച് മുടി അഴിച്ചിട്ട് കറങ്ങണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും ബന്ധിച്ചിടും പിശാച്. അവകാശം പറയും പിശാച്. ഹല്ലേലൂയ. വീണ്ടും ഞാൻ എൻ്റെ പെങ്ങള് വിളിച്ചു, ബിജു മോടെ കല്യാണം വരണേ, മോൻ്റെ കല്യാണം വരണേ. അവർ വിളിച്ചു, എന്നോട് വിളിച്ചു, മാമ വരത്തില്ലേ? ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞു, നമ്മൾ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതാ, പക്ഷെ നമ്മുടെ വഴി രണ്ടായിപ്പോയി. ഇനി ഒരിക്കലും എനിക്ക് പിന്തിരിഞ്ഞു വരാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ വന്ന് കഴിക്കാം. താലി കെട്ടി പൈശാചിക ഉടമ്പടി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പങ്ക് കഴിക്കാൻ ഞാൻ വരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഉപായമൊന്നും പറഞ്ഞില്ല. എൻ്റെ വിശ്വാസത്തെ ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 33 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അമ്മേനെ 88-ാമത്തെ വയസ്സിൽ ഞാൻ മുക്കി സ്നാനപ്പെടുത്തിയത്. പക്ഷെ ഞാൻ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും അവരുടെ വീട്ടിൽ പോയി ഞാൻ കഴിക്കും. പക്ഷെ ഒരു ഓണത്തിന് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുക.
അറിയാതെ വിഷുവിൻ്റെ ദിവസമാണ് ഞാൻ ചെന്നേ. വിഷുവിൻ്റെ ദിവസം ചെന്നപ്പം എൻ്റെ ചേട്ടത്തി അമ്മ പായസം ഉണ്ടാക്കിയിട്ട് വിഷുവിൻ്റെ പായസം ആട്ടോ എന്ന് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ഇത് ഞാൻ കുടിക്കത്തില്ല, കാരണം ഇത് വിഷുവിൻ്റെ പായസമാണ്. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ. അതായത് വിഷുവിൻ്റെ പായസമല്ല, പായസം ഉണ്ടാക്കിയാൽ ഞാൻ കുടിക്കും, പക്ഷേ ഒരു ആചാരത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയതൊന്നും ഞാൻ അതിൽ പങ്കെടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഇന്നും എൻ്റെ അപ്പന, എൻ്റെ അമ്മ ഇന്നും എൻ്റെ അപ്പന, എൻ്റെ സഹോദരങ്ങൾ ഇന്നും എൻ്റെയാ. പക്ഷേ ഞാൻ വിട്ടുപോകുന്ന ആചാരങ്ങളിലേക്ക് പിന്നെയും തിരിച്ചുപോയി അവരുടെ അല്ലെങ്കിൽ പാപത്തിൽ പങ്കാളിയായാൽ ഹല്ലേലൂയ നമ്മൾ ശ്രമിച്ചു കഴിയും. എന്തെന്നറിയാമോ? ആ പാപത്തിൻ്റെ ശക്തി വീണ്ടും ഈ ആചാരങ്ങളിലൂടെ നമ്മൾ ഉള്ളിൽ കയറും. ആ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് നിന്നുപോകും. പ്രൈസ് ദി ലോർഡ്. ഹലോ ഹലോ പ്രൈസ് ദി ലോർഡ്. ഞാൻ താലി, ചിലർ പറയും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ കൊണ്ട് താലി കെട്ടി. ഇല്ല, വേണ്ട, നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പോയി താലി കെട്ടി ഇത് കഴിച്ചാൽ മതി. ഓണത്തിൻ്റെ ഉണ്ണുന്ന ഒത്തിരി ബന്ധുക്കോസുകാരെ അറിയാം. ഒരു ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഒരു പാസ്റ്റർ എന്നോട് പറയാ, എൻ്റെ പാസ്റ്ററെ ആരും കാണണ്ടെന്നോർത്താ ഞാൻ ആ ഊണിന് പോയത്. അപ്പം വിശ്വാസികളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് വിട്ടുപോരേണ്ട എന്ത് ചെയ്യണം? ഹലോ, വിട്ടുപോരേണ്ട എന്ത് ചെയ്യണം? ഹലോ ഒന്ന് പറഞ്ഞേ, വിട്ടുപോരേണ്ടത് എന്ത് ചെയ്യണം? വിട്ടുപോരണം. പ്രൈസ് ദി ലോർഡ്. ഹലോ ഒന്ന് കൈ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതായത് എൻ്റെ വാക്ക് കേട്ടു. നിയോഗം എന്താ? ആരാധന. അതായത് അബ്രഹാം ചെല്ലുന്നിടത്തൊക്കെയും അബ്രഹാം ബലിപീഠം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അവിടെ ബലിയർപ്പിച്ചു. അതാ നിയോഗം. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ആരാധനയുടെ അല്ലെങ്കിൽ ബലിപീഠങ്ങൾ കെട്ടണം. മുട്ടേ നിന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പുതിയ നിയമത്തിൽ ബലിയർപ്പിക്കുന്നില്ലെങ്കിലും നമ്മൾ മുട്ടേ നിന്നിട്ട് കൈകളെ ഉയർത്തി യാഗമർപ്പിക്കണം, സന്ധ്യായാഗമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ യാഗപീഠം പണിയുന്ന സ്ഥലങ്ങളായിരിക്കണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ എന്ത് ചെയ്യണം? കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇസഹാക്കിന് എന്തറിയാമായിരുന്നു? ആരാധനയുടെ വ്യവസ്ഥ അറിയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ടി വിയും പ്രൈസ് ദി ലോർഡ് ഈ സീരിയലും ഒക്കെ വെച്ച് കണ്ടുകൊണ്ടിരുന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഹലോ പ്രൈസ് ദി ലോർഡ്. ഹലോ ഹലോ ഒന്ന് സ്വോത്രമൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിന്നെ ദൈവം തലയല്ല വാലല്ല തലയാക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങളിപ്പോൾ സ്വോത്രം പറഞ്ഞേനെ. വിട്ടുപോരേണ്ടത് വിട്ടുപോകാതെ തലയാക്കില്ല. ആക്കാൻ ദൈവത്തിന് പറ്റില്ല. ദൈവം തന്റെ വ്യവസ്ഥയിൽ നിശ്ചയമുള്ളവനാ. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ ആരാ ഓർഡർ കൊടുത്തതെന്നറിയോ? രാജാവാ. ആ രാജാവിന് ഇഷ്ടമില്ലായിരുന്നു സിംഹക്കുഴിയിൽ ഇടുന്നത്. പക്ഷെ തന്റെ വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് മാറ്റാൻ പറ്റിയില്ലാത്തതുപോലെ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയിൽ നിന്ന് ദൈവത്തിന് മാറാൻ സാധ്യമല്ല. നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ പാപം നമ്മുടെ ഹല്ലേലൂയ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കും. നമ്മുടെ കൂട്ടായ്മ ദൈവത്തിന് നമ്മളെ ദൈവത്തിന് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ആ ഇടത്തിലേക്ക് വന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റില്ല. ആര് പ്രവചിച്ചാലും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ആരും പ്രവചിച്ചില്ലെങ്കിലും കൽപ്പനകളോടെ നടക്കുമ്പം നന്മയും കരുണയും നമ്മുടെ പിന്നാലെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പ്രവാചകന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. നമ്മൾ ഓടണ്ട. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവവചനവുമായി ദൈവത്തിൻ്റെ അഭിഷിക്തരെ നമ്മുടെ അടുക്കലേക്ക് അയച്ചിട്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? പ്രവചനത്തിലൂടെ ഈ കെട്ടുകൾ പൊട്ടിപ്പോകുന്ന നമുക്ക് കാണാം. ദൈവദാസന്മാർ കൽപ്പിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു വരുന്നത്.
തുറന്നു വരുന്നത്. പക്ഷേ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുമ്പോൾ ആ വചനം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന കെട്ടുകളൊക്കെ അഴിഞ്ഞു മാറും. ഉപവാസത്തിലും പ്രാർത്ഥനയിലും പൈശാചികൻ കെട്ടിവെച്ചിരിക്കുന്ന സകല കെട്ടുകളും അഴിഞ്ഞു പോകുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ സ്ഥിതികൾ മാറുന്ന എപ്പോഴാണെന്നറിയോ? ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയത്താണ്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്വപ്നം കാണുന്നത് ഹല്ലേലൂയ രാത്രിയിൽ ഉറക്കത്തിൽ മാത്രമല്ല. ജോസഫ് എപ്പോഴാ സ്വപ്നം കണ്ടെന്നറിയാമോ? അവൻ ഹല്ലേലൂയ പകൽ കിനാവ് പോലെ അവൻ സ്വപ്നം ഉണ്ടാക്കി. നമ്മൾ സ്വപ്നം ഉണ്ടാക്കണം. നമ്മുടെ ശരീരത്തെ വിട്ട്, പ്രാണനെ വിട്ട് ആത്മാവിൽ എന്ത് സംഭവിക്കണം എന്നറിയാമോ? ദർശനങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദർശനത്തെ കുറിച്ച് പറയുമ്പോൾ പറയട്ടെ, ദൈവം നമ്മളെ സൃഷ്ടിക്കുകയാണ് ചെയ്ത്, ഉണ്ടാക്കുകയാണ് ചെയ്തേ. എന്തോ ചെയ്തു? ഉണ്ടാക്കിയോ? നമ്മളെ ദൈവം സൃഷ്ടിച്ചോ ഉണ്ടാക്കിയോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇവര് പറഞ്ഞു ഉണ്ടാക്കിയെന്ന്. നിങ്ങളോ? അവര് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഞങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയും അന്ന്, അല്ലേ? ഒന്ന് പറഞ്ഞേന്നേ. അതായത് നമ്മൾ വായു തുറന്ന് നാം ഉപയോഗിക്കുമ്പോഴാ പ്രൈസലോ നന്മകളൊന്നും നടക്കുന്നത് കേട്ടോ. നമ്മളൊന്ന് തുറന്നേ. പ്രൈസലോ വലിയ ചിലരൊക്കെ ഇരിക്കുന്നു. ഇപ്പം ട്രംപിൻ്റെ കൂടെ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. അത് കാരണം എൻ്റെ ആ ഗൗരവവും അതൊക്കെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ചിലർ പ്രൈസലോട് പറയുമ്പോൾ ബ്രദറെ പ്രൈസ് ലോർഡ് കേൾക്കുമ്പോൾ തന്നെ തോന്നും, അയ്യോ ഇതെന്തൊരു ഇടിമുഴക്കം വന്ന്. ഒന്ന് താണേ ഇച്ചിരി. പ്രൈസല്ലോ താഴുമ്പോഴാണ് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ഈ ശക്തി പകരത്തുള്ളൂ. നമ്മൾ കൊച്ചുങ്ങളെ പോലെ അങ്ങ് ആയി മാറണം. പ്രൈസല്ലോ നമ്മളൊരു ശിശുക്കളെ പോലെ മാറാത്തിടത്തോളം കാലം ദൈവസന്നിധി വരുമ്പോഴൊക്കെ എങ്കിലും എന്ത് ചെയ്യണം? അങ്ങ് താഴണമെന്ന്. പ്രൈസല്ലോ ഈ തവള മസിൽ പിടിച്ചിരിക്കും പോലെ ഇങ്ങനെ കാറ്റൊന്നും പിടിച്ചിരിക്കണ്ട. പ്രൈസല്ലോ ഹല്ലേലൂയ. പ്രൈസല്ലോ ബ്രദറെ പ്രൈസല്ലോ അങ്ങ് താഴെ. പ്രൈസല്ലോ ഒരു ദാസനായി തീർന്നേ. പ്രൈസല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്റ്റർ ഉണ്ടല്ലോ, താഴ്മയുള്ള മനുഷ്യനാണ്. അവിടെ വന്നാലും ഞാൻ പറഞ്ഞില്ലേ, ആദിവാസികളുടെ അടുത്തും ചാറ് ചോദിച്ചു വാങ്ങിച്ചു. ഇച്ചിരോടെ ഇട്ടേ. പ്രൈസല്ലോ ഹല്ലേലൂയ. ഞാൻ ഓർത്തു, ഇന്നും ആ ദാസത്തിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. പ്രൈസല്ലോ ആ അഹങ്കാരത്തിൻ്റെ ആ സിംഹാസനത്തിലായിരുന്നെങ്കിൽ നിങ്ങളൊന്നും വരില്ല. പ്രൈസല്ലോ താണെടുത്ത് എന്ത് ചെയ്യുള്ളൂ? പണ്ട് അപ്പച്ചന്മാർ പറയത്തില്ലേ, താണ നിലത്തെ നീരോടും. സത്യമാണ്. പഴഞ്ചൊല്ലി പതിരില്ലാന്ന്. എല്ലാ പഴഞ്ചൊല്ലും ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുമല്ല കേട്ടോ. കേട്ട നല്ലതൊക്കെ ഒന്ന് ഓർക്കുക. പ്രൈസല്ലോ ഹല്ലേലൂയ. നമ്മളൊന്ന് താണേ. പ്രൈസല്ലോ എന്ന് പറഞ്ഞേ. ദൈവം നമ്മളെ സൃഷ്ടിച്ചോ ഉണ്ടാക്കിയോ? എന്തോ എത്ര പ്രാവശ്യം ഞാൻ തിരുത്തി ഇങ്ങനെ നിങ്ങളിന്ന് താഴ്ത്താൻ പറഞ്ഞു നോക്കി. എന്നിട്ടും ഇപ്പോഴും കാറ്റ് പിടിച്ചിങ്ങനെ ഇരിക്കുന്നവരാ. ഒന്ന് പറഞ്ഞേ, ഉണ്ടാക്കിയോ സൃഷ്ടിച്ചോ? എന്തോ? 1-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവിടെ സൃഷ്ടിച്ചു, ഇവിടെ നിർമ്മിച്ചു. ഈ ആകാശത്തിലെ പക്ഷികളെയും ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചോ അതോ ഉണ്ടാക്കിയോ? എന്തോ? അതായത് ഞാൻ ചോദിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആദാമിനെ മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്ന് നിർമ്മിച്ചതുപോലെ നിർമ്മിച്ചോ? ഇല്ല. എന്തോ? ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി. നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചു നോക്കാം, അങ്ങനെയാണോ എന്ന്. 2:19 ഒന്ന് വായിച്ചേ. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട്. കണ്ടോ? നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട്. പറഞ്ഞപ്പോ ഒന്നും ഉളവായതൊന്നും അല്ല. പറഞ്ഞപ്പോ ഉളവായി ഉരുവായത് എങ്ങനെയാണെന്നറിയോ? ഉണ്ടാക്കിയപ്പോ ഉളവായത് എന്താണെന്ന്, ഉരുവാകുന്നത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഉളവാകുന്ന എന്താണെന്നറിയാമോ? അതായത് അദൃശ്യമായി. ഇറ്റ്സ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ അത് ഉളവായി എന്ന് പറഞ്ഞാൽ ഇസഹാക്ക്
യാക്കോബിന്റെ മേൽ കൈവച്ചിട്ട് എന്തു പറഞ്ഞു? നിന്നിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെട്ടു വന്നോ? ധാന്യവും വീഞ്ഞും ഒക്കെ കൊടുത്തു, പുറപ്പെട്ടു വന്നോ? ഇല്ല. അതായത് ഉളവായി, പറയുമ്പോൾ ഉളവാകും. അതായത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും ശാപങ്ങളും എങ്ങനെയാണെന്നറിയോ വരുന്നത്? നമ്മൾ ഉളവാക്കുന്നതാ. വായ് കൊണ്ട് ഉളവാക്കും, പ്രവൃത്തികൾ കൊണ്ട് ഉരുവാക്കി തീർക്കും. ഉളവായതൊന്നും വാക്കു കൂടാതെ ഉളവായില്ല. ഏത് വചന പറയുന്നേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് ആ വാക്ക് കൂടാതെ ഒന്നും ഉളവാകുക എന്ന് പറഞ്ഞ ഉരുവാകുകയല്ല. അതായത് കാഴ്ചയ്ക്ക് വരുന്ന എങ്ങനെയാണെന്നറിയാമോ? ഈ പറയുന്നത് പണിയും. പാസ്റ്റർ പറഞ്ഞു ഒരു കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ചറച്ച് പണിയണം. ആ പറഞ്ഞ കാലത്ത് ഉളവായി. ഇനി സ്ഥലം വാങ്ങിക്കണമെന്ന് പറഞ്ഞു, അത് ഉളവായി. ഇത് പ്രവർത്തിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഉരുവാകും. നമ്മുടെ ജീവിതത്തിൽ ശാപം നമ്മൾ ഉളവാക്കുന്നതാ. നീ ഒന്നും നന്മ പ്രാപിക്കത്തില്ല, നിനക്കൊന്നും ഗുണം പിടിക്കത്തില്ല. ഇങ്ങനെയൊക്കെ വാക്കുകൾ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞാൽ അത് ഉളവാകും. ആ മുറിയിൽ നിന്നത് പോകത്തില്ല. നമ്മൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് തന്നെ മാറ്റാൻ കഴിയത്തില്ല. ആ വാക്കുകളെ എന്ത് ചെയ്യണം? നമ്മുടെ വാക്കുകളെ മാറ്റി എഴുതണം. ഹലോ 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 നമ്മൾ പറയുമ്പം നമ്മൾ ചുമ്മാ പറഞ്ഞല്ലേ. ഞാൻ കണ്ണൂരിലൊരു മീറ്റിങ്ങിൽ ഇന്നൊരു പെങ്കൊച്ചിനെ കൊണ്ടൊരു അമ്മ വന്നു. ഈ കൊച്ചിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവളുടെ അമ്മ ശപിച്ച് കൊണ്ടുവന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ശപിക്കുമോ? ഞാൻ ചുമ്മാ അങ്ങ് പറയുന്നതല്ലേ. അവൾ പേടിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളെ ഉരുവാകും. ഉളവാകുന്നതൊക്കെ ഉരുവാകും. നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവർ നമ്മളെ ശപിക്കുന്നതിൽ കൂടുതൽ നമ്മളെ ശപിച്ചിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല. ആരാ നമ്മൾ ഡിക്ലെയർ ചെയ്യോ നമ്മളെക്കുറിച്ച്? ഞാൻ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, ഈ ദേശത്തൊരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പറയുക നമുക്ക് വിരോധമായിട്ട്. ഈ മനുഷ്യൻ്റെ കൂടെ പോകുന്ന അന്ന് മുതൽ എന്തേ ഉള്ളൂ? എനിക്ക് ഈ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നീ എൻ്റെ വയറ്റിൽ ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടപ്പാട്. ഈ ശാപത്തിൻ്റെ വാക്കുകളെ മാറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ മക്കളെ നോക്കി എന്ത് ചെയ്യണമെന്നറിയോ? അനുഗ്രഹിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹലോ, നമ്മുടെ മക്കളെ കഴുതെന്നൊക്കെ വിളിച്ചാൽ കഴുതയുടെ സ്വഭാവം എന്താ പറയുക? പുറകിൽ തൊഴിക്കും. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ മക്കളെ അനുഗ്രഹിക്കപ്പെട്ടവരായി. ഞാൻ 3 ആൺമക്കളെ ഞാൻ 3 ആൺമക്കളെ തെറി പറഞ്ഞിട്ടില്ല, ഒരിക്കലും ശപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരാൾ ഓസ്ട്രേലിയയില്ല, ഞാൻ അടി കൊടുത്തിട്ടുണ്ട്, ശരിക്കും അടി കൊടുത്തിട്ടുണ്ട്. അടി കൊടുത്ത് വളർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയോ? വചനത്തിൽ പറയുന്നു അടി കൊടുത്ത് വളർത്തണമെന്നാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക, അടി കൊടുത്ത് വളർത്തണം. പക്ഷേ എന്ത് ചെയ്യരുത്? നമ്മുടെ വാക്കുകൊണ്ട് ശപിക്കരുത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചോ ഉണ്ടാക്കിയോ? എന്ത് ചെയ്തു? ഈ ആത്മാവില്ലേ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു. ആത്മാവിനെ സൃഷ്ടിച്ചതിന് ശേഷം മണ്ണുകൊണ്ട്, പൊടി കൊണ്ട് എന്ത് ചെയ്തു? മനുഷ്യൻ്റെ രൂപത്തെ ഉണ്ടാക്കി ഈ ആത്മാവിനെ അതിലേക്ക് ഊതി. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ദേഹിയാണ് പ്രാണൻ, ഈ ദേഹിയിലാണ് ഈ പ്രവർത്തനമൊക്കെ. പക്ഷെ ആത്മാവ് എന്താണെന്നറിയോ? ആത്മാവിൽ നമ്മിൽ വസിക്കുക. ഈ ആത്മാവ്, ഹലോ പ്രൈസ് ദി ലോർഡ്, ഈ ആത്മാവ് ഈ ശരീരമില്ലാതെ സംസാരിക്കുമോ? ഹലോ, ഇല്ല. കണ്ടോ എത്ര കൃത്യമായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവിന് ശരീരമില്ലാതെ വേദനിക്കുമോ? ഹലോ, ഇല്ല. ഈ ശരീരമില്ലാതെ ആത്മാവിനൊരു വ്യക്തിത്വം ഉണ്ടോ? ഇല്ലേ? അപ്പൊ എങ്ങനെയാ ലാസർ അബ്രഹാമിന്റെ മടിയിരുന്നത് ധനവാൻ കണ്ടത്? ശരീരത്തോടെ അല്ലാതെയോ? ഹലോ, ശരീരത്തോടെയാണ് അല്ലാതെയാണോ ഈ ധനവാൻ ലാസറിനെ കണ്ടത്? അല്ലാതെ. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പാതാളത്തിലേക്ക് പോയി. He declared the victory. He proclaimed the victory. എവിടെ? പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ശരീരത്തോടെ അല്ലാതെയോ? ശരീരത്തോടെ അല്ല. അതായത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നാം ഓരോരുത്തരും we have to appear before the judgment seat of Christ to give account.
അതായത് നാം എല്ലാവരും ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും പ്രാപിക്കുവാൻ എവിടെ നിൽക്കേണ്ടി വരും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ശരീരത്തോടെ അല്ലാതെയോ? ശരീരമില്ലാതെ നമുക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെയാണ് ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ആ സൃഷ്ടിച്ച മനുഷ്യന് വസിക്കുവാനുണ്ടാക്കിയ കൂടാരവാ ഏത്? ഈ ശരീരം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കൂടുവിട്ടോടുവിൽ ഞാൻ നാട്ടിലൻ വീടിന്റെ മുൻപിലെത്തും. അതായത് ഈ ശരീരത്തിൽ നമ്മൾ വസിക്കുക. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുക, ഈ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞാൻ ഞെരുങ്ങുക. അതിന്റെ 8-ാം വാക്യത്തിൽ പറയുക, ഈ ശരീരത്തെ വിട്ട് ക്രിസ്തുവിനോടൊപ്പം വസിപ്പാൻ അധികം കാംക്ഷിക്കുന്നു. അതായത് 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുക, the inner man is perishing day by the outward man is perishing day by day but inner man is renewing. അതായത് ഉള്ളിലെ മനുഷ്യൻ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക നാൾക്ക് നാൾ. പുറമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ഉണ്ടാക്കിയ മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുക. ഈ ഉണ്ടാക്കിയ മനുഷ്യൻ എന്ത് ചെയ്യും? മണ്ണിലേക്ക് ചേരാനായിട്ട് വാഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവ്, ദൈവം തന്ന ആത്മാവ്, അത് അങ്ങ് ഉയരത്തിലേക്ക് തിരിച്ചു പോകാൻ കാംക്ഷിച്ചുകൊണ്ടിരിക്കുക. അതാ ആത്മാവ്. ആ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ച് ആത്മാവിനെയാണ് ഉണ്ടാക്കിയ ശരീരത്തിലേക്ക് ഊതിയത്. അതാണ് ഇന്നർ മേനും ഔട്ട്വേർഡ് മേനും, പുറമേയുള്ള മനുഷ്യൻ. ഒന്ന് വായിക്കാമോ? മലയാളത്തിൽ ഒന്ന് വായിക്കാമോ ആ വാക്യം? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുക. ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. 5:1 വായിച്ചേ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. 8-ാമത്തെ വാക്യം, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഞാൻ ശരീരത്തോടെ അല്ലാതെയൊന്നും എനിക്കറിയില്ല. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതായത് ഈ ശരീരമില്ലാതെ നമ്മിൽ ഒരു വ്യക്തമായ മനുഷ്യനുണ്ട്, ആത്മാവുണ്ട്. ആ ആത്മാവിനാണ് രക്ഷയുടെ ഉടയാടെ അണിയിക്കുന്നത്. അതായത് രക്ഷയുടെ ഉടയാടെ അണിയിച്ചപ്പെട്ട മനുഷ്യനാ. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ സൃഷ്ടിച്ചാത്മാവ്. പ്രൈസ് ദി ലോർഡ്. 61:10 യെശയ്യാവ് അവിടെ എഴുതിയിരിക്കുന്ന, ഒന്ന് വായിച്ചേ. 61:10 തോന്നുന്നു. ഒന്ന് വായിച്ചേ. ഞാൻ യഹോവയിൽ എല്ലാറ്റിലും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ കോഷിലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച്. എവിടെ ഈ രക്ഷാവസ്ത്രം? പുറമെയുള്ള മനുഷ്യനല്ല ധരിക്കുന്നത്. എവിടെയാ? ആത്മാവില. ഈ രക്ഷാവസ്ത്രം ധരിക്കപ്പെട്ട മനുഷ്യനെ കാണുമ്പോഴാ പിശാച് ഭയപ്പെടുന്നത്. അതാ ഉള്ളിലെ മനുഷ്യൻ. അതാണ് ദൈവത്തിന്റെ രക്ഷാവസ്ത്രം ധരിച്ച മനുഷ്യൻ. അതായത് ആഭരണഭൂഷമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് തരുന്ന താലന്തുകളാ. ആ താലന്തുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ പൈശാചിക ശക്തികൾ വിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഉള്ളിലുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? ആരാധിക്കണം. നമ്മൾ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ ഈ ഉള്ളിലുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? രൂപാന്തരം സംഭവിക്കും. ഈ ശരീരത്തെ ജയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തെ ജയിക്കാൻ പറ്റില്ല. നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ ഉടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആരാധന കഴിഞ്ഞിട്ട് പോയിട്ട് വാക്ക്, ഞാൻ 37 വർഷമായി യേശുവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ട് എൻ്റെ മക്കൾ ഒരിക്കലും എൻ്റെ വായിൽ നിന്ന് തെറി കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത പേര് വിളിച്ച് അവരെ ഞാൻ ആക്ഷേപിക്കാറില്ല. എൻ്റെ ഭാര്യ എന്നോടൊപ്പം 31 വർഷം കഴിഞ്ഞു. ജെസിക്ക് കൃത്യമായി കണക്കറിയത്തുള്ളൂ, എനിക്കറിയില്ല. 31 വർഷം കഴിഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നേ. ഈ 30 വർഷത്തിൽ ഒരിക്കൽ പോലും എൻ്റെ വായിൽ നിന്നൊരു തെറി കേട്ടിട്ടില്ല. തെറി അറിയത്തില്ലായിരുന്നു. എനിക്ക് അറിയായിരുന്നു.
ഞാൻ ചിലപ്പോൾ ഒക്കെ പറയും എൻ്റെ അച്ഛന് PhD ഉണ്ടായിരുന്നു എന്ന് തെറി പറയാനേ. പക്ഷേ എൻ്റെ വായിൽ നിന്ന് ഞാനൊരു തെറി പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഒരിക്കലും കള്ളിൻ്റെ രുചി എൻ്റെ വായിൽ വന്നിട്ടില്ല. പിന്നെ ഒരിക്കലും എൻ്റെ വായിലേക്ക് ഒരു സിഗരറ്റ് വന്നില്ല. അതായത് രക്ഷിക്കപ്പെടുമ്പം നമ്മൾ മറ്റൊരു മനുഷ്യനായി തീരണം. എന്തിനാണെന്നറിയാമോ? നിയോഗമുണ്ട് നമ്മുടെ മേൽ. പ്രേക്ഷലോ, ഞാനേ ഈ പറഞ്ഞു വരുന്നതേ എന്നാണെന്നറിയാമോ? നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ വിട്ടുകളയേണ്ടതൊക്കെ ഒന്ന് വിട്ടുകളയണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആത്മാവിൻ്റെ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങണം. 4ാമത്തെ ഡൈമെൻഷനിലേക്ക് നമ്മൾ കയറാൻ തുടങ്ങണം. നമുക്ക് ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, അതിനെ നമ്മൾ മരിപ്പിക്കണം. പ്രേക്ഷലോ, ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ മരിപ്പിക്കണം. ഈ ശരീരത്തിൻ്റെ, അതായത് ഞാൻ പറയട്ടെ, കണ്ണുകൾക്ക് നമുക്കൊരു വല പോലെ, ഒരു പ്യൂരിഫിക്കേഷൻ പോലെ വരാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, ബിജു, അശുദ്ധമായി നോക്കിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് വിടുതൽ വരത്തില്ല. നീ കള്ളം പറഞ്ഞിട്ട് പ്രവചിച്ചു കഴിഞ്ഞാൽ ആ പ്രവചനം ഫലിക്കാൻ പോകുന്നില്ല എന്ന്. നീ ശക്തിയോടെയായിരിക്കും പറയുന്നത്, പക്ഷേ കള്ളം പറഞ്ഞ ആ നാവ് കൊണ്ട് നീ പ്രവചിച്ചു കഴിഞ്ഞാൽ ആ പ്രവചനം ഫലിക്കത്തില്ല. ഇല്ലെങ്കിൽ നീ വിളിച്ചു പറയുന്ന വാക്കുകളൊക്കെ സംഭവിക്കും. കുടുംബ പ്രാർത്ഥന എത്ര പേരുടെ വീട്ടിലുണ്ട്? കൈപൊക്കണ്ട കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാതെ, നമ്മുടെ വീട്ടിലോ യാഗപീഠം പണിയാതെ എങ്ങനെ ആത്മീയ ജീവിതം നമ്മുടെ ഭവനത്തിൽ നിലനിൽക്കും? നമ്മുടെ പണം, നമുക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ ദശാംശം നമ്മൾ കൊടുക്കാതെ എങ്ങനെ നമ്മുടെ കടം തീരും? എവിടെയെങ്കിലും ചതിക്കപ്പെടും, ആരുടെയെങ്കിലും കൈ കൊണ്ട് കൊടുക്കും, നമുക്കത് ഉപകാരപ്പെടത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ കൃത്യമായി ദശാംശം കൊടുക്കത്തില്ല. ഈ ദശാംശം കൊടുക്കത്തില്ല, വഴിപാടർപ്പിക്കത്തില്ല. നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കത്തില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ കൈവച്ച് പ്രാർത്ഥിപ്പിക്കും, പ്രവചനം കേൾക്കാനായിട്ട് മുട്ടുകുത്തും. പക്ഷെ നമ്മൾ ഒരു വീട്ടിലും പോയി സുവിശേഷം പറയത്തില്ല. നമ്മൾ വല്ലപ്പോഴും ഒന്ന് കിടന്നിങ്ങനെ തലയൊന്ന് കയ്യേൽ വെച്ചോണെന്ന് പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങ് അനുഗ്രഹിച്ചേക്കണമേന്ന്. അങ്ങനെ അനുഗ്രഹിക്കപ്പെടത്തില്ല. Praise the Lord. Hallelujah. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാ. അങ്ങനെയല്ല ബൈബിളിന്റെ പ്രമാണം. ഈ ബൈബിളിന്റെ പ്രമാണം അനുസരിക്കാതെ നമുക്ക് സ്ഥിരമായ ഒരു അനുഗ്രഹം, നന്മയും കരുണയും നമ്മുടെ വീടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടത്തില്ല. ഏതെങ്കിലും സ്നേഹിതർ വന്നിട്ട് നമ്മൾ അധ്വാനിച്ചതൊക്കെ അവരുടെ കൈകളിലാക്കും. ആ പണം തിരിച്ചു കിട്ടത്തില്ല. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞേ സ്തോത്രം, സ്തോത്രം. Hallelujah. Hallelujah. കൈകളെ അടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. Hallelujah. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ. Hallelujah. Hallelujah. ഞാൻ ആദ്യമായിട്ട് 4 രൂപയാ ഒരു IPC ചർച്ച് ഞങ്ങളുടെ നാട്ടിലെ കമ്പിള് കണ്ടത്ത് കൊണ്ടൊരു പാത്രത്തിൽ സ്റ്റീൽ പ്ലേറ്റിലിട്ടത്. എന്നോട് ജോർജ് ചേട്ടൻ ആദ്യമായിട്ട്, ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ 25 പൈസ, 5 പൈസ, 3 പൈസയൊക്കെ ഇട്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് 4 രൂപ ഇട്ടു. 4 രൂപ ഇട്ടിട്ട് തിരിച്ചു പോരുമ്പം ഞാൻ ഓർക്കുക, ബോണ്ടായും പരിപ്പോടെയൊക്കെ ഇരുന്നപ്പോൾ 50 പൈസയുള്ളെന്ന് ബോണ്ടായിക്ക്. ആ 1 രൂപ ഉണ്ടായിരുന്നു, ഒരു ബോണ്ട ഒരു ചായയും കുടിക്കാരും. ജോർജ് ചേട്ടൻ പറഞ്ഞ് മൊത്തം ഇട്ടു. ഞാൻ ഇന്നും പറഞ്ഞോണ്ട് ഓർത്തത്. പക്ഷെ അദ്ദേഹം എന്നെ ദശാംശം കൊടുക്കാൻ പഠിപ്പിച്ചു. ഞാൻ ഇന്ന് വരെയും കിട്ടുന്നതിലൊക്കെ ദശാംശം കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് വരെയും 1 രൂപ പോലും വടക്കേന്ത്യ പോയിട്ട് കടം വാങ്ങിച്ചിട്ടില്ല. കടം വാങ്ങിക്കാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ. ഈ കൽപ്പന എന്ന് പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, 10 കൽപ്പനയാ. ഈ 10 കൽപ്പനയിൽ ശാപവും അനുഗ്രഹവും ഉള്ള കൽപ്പന ഏതാ? ശാപവും അനുഗ്രഹവും ഉള്ള ഒരു കൽപ്പനയുള്ളൂ. അതേതാ? എത്രാമത്തെ കൽപ്പനയാ? 5ാമത്തെ കൽപ്പന, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയിൽ എന്താ ഉള്ളത്? അനുഗ്രഹം മാത്രമാണ്. പക്ഷേ ശാപവും അനുഗ്രഹം ഉള്ളത് എന്താണെന്നറിയോ? ഈ 2ാമത്തെ കൽപ്പനയാ, വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധനയോട് ചേർന്ന് നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ശാപം നമ്മൾ പിന്തുടരും, 4 തലമുറ വരെയും പിന്തുടരും. നമ്മൾ യേശുക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. പക്ഷെ നമ്മൾ പഴയതിലേക്ക്, നമുക്ക് നാളെ പകൽക്കാലം ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ
ഈ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് സുവിശേഷ വേല ചെയ്ത് പഠിച്ചത് ഇതൊക്കെ. ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ അതായത് മറ്റുള്ളവർ പറയുന്നത് മാത്രമായേനെ. ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോന്ന് കാണിച്ചു തന്നു. സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് നീ കണ്ടോ? ഗ്രാമങ്ങൾ മാറുന്നത് കണ്ടോ? കുടിയന്മാർ കുടി നിർത്തുന്നത് കണ്ടോ? അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടോ? അവർ കീറിയ തുണിയിട്ടോണ്ട് നടക്കുന്നവര്, കോണകം മാത്രം കൗബീൻ മാത്രം ഉടുത്തോണ്ട് നിൽക്കുന്നവര് സൗന്ദര്യമുള്ളവരായി മാറുന്നത് കണ്ടോ? ഒറീസയിൽ 1988 പ്രവർത്തിക്കുമ്പോൾ ഫിലിം കാണിക്കാൻ ഗ്രാമത്തിലൂടെ പോകുമ്പോഴല്ലോ മണ്ടിയാ പേച്ച് ഈ പഞ്ഞപ്പുല്ല് കലക്കി വെള്ളമല്ലാതെ ഒന്നും തരാനില്ലായിരുന്നു. വിശന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് ഓർത്തിട്ടുണ്ട്. 4000 രൂപ മുതൽ 7000 രൂപ വരെയും പെൺകുട്ടികളെ ചന്തയിൽ കൊണ്ട് ലേലം വിളിച്ച് വിൽക്കുന്ന കാലമാണ്. പഴയ കാലമല്ല, 88 കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജനമെല്ലാം ഒരുമിച്ച് മുട്ടയിൽ നിന്നിങ്ങനെ കരഞ്ഞാരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഗ്രാമങ്ങളിലൂടെയെല്ലാം പ്രവർത്തനം ആരംഭിച്ചപ്പം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ആ ഗ്രാമങ്ങളിലൊക്കെ കണ്ടു. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ ജനമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിമിലിഗുഡ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഒരു പട്ടണത്തിൽ ഞാൻ സുവിശേഷ പ്രസംഗം ചെയ്യുമ്പോൾ ഏകദേശം 35,000 പേരുണ്ട്. നല്ല സൗന്ദര്യമുള്ളവരായി, നല്ല വസ്ത്രമിട്ടവരായി, ആരോഗ്യമുള്ളവരായി ഒരു സമൂഹത്തെ ദൈവം വാർത്തെടുത്തു. ഞാൻ പറയാം, ആരാധിക്കുന്ന ഒരു ജനമായിട്ട് മാറണം. നമ്മുടെ ഭവനത്തിൽ എന്തുണ്ടായിരിക്കണം? നിയോഗം അനുസരിക്കണം. നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം? കൽപ്പനകളുണ്ടായിരിക്കണം. ചട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ചട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്തു പോരേണ്ടതാ. ഇതുമായിട്ടാ നമ്മുടെ നന്മകൾ. ഈ ദശാംശം കൽപ്പനയല്ല, ഈ ദശാംശം നിയോഗമല്ല, ഈ ദശാംശം എന്ന് പറയുന്നത് വാക്കല്ല. എന്താണെന്നറിയോ? ചട്ടങ്ങളാ. ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ കുടുംബത്തിൽ ചെയ്തു പോരേണ്ടതാ. കേട്ടിട്ടില്ലേ? നീ കൊയ്യുമ്പോ അതിരു മൂലം വിട്ട് കളയണമെന്നില്ലേ? അത് ചട്ടവാ. തേങ്ങ ഇടുമ്പോഴേ അയലക്കങ്കാർക്കൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. നമ്മുടെ ജീവിതത്തില് നന്മകൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കുന്നവരെ നോക്കി നടക്കണം. വിധവകൾ ഉണ്ടോ എന്ന് പോയി നോക്കണം. എന്റെ അടുത്ത് വന്ന് കൈതൊഴുത് നിൽക്കുമ്പോൾ ഞാൻ കൊടുക്കാന്നല്ല. യേശു കർത്താവ് എന്താണെന്നറിയാമോ ചെയ്തത്? ആ പ്രധാന വീതികൾ വിട്ടിട്ട് ആ ചെറിയ വഴികളിലേക്ക് നടന്നുപോയി കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുവാൻ പാപികളെ തേടി അവൻ നടന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ചട്ടങ്ങൾ അനുസരിക്കണം. ചട്ടങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകുന്നത് നന്മ കൊടുക്കാൻ, നമുക്ക് തന്ന ദൈവത്തിന്റെ നന്മകൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്ത് ചെയ്യണം? പോകണം. നന്മയും കരുണയും പിന്തുടരണം നമ്മളെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം കിട്ടുന്നു നല്ലത് ചെയ്യണം. ഹലോ, എന്ത് ചെയ്യണം? നമ്മളൊരു അനുഗ്രഹത്തിൻ്റെ കൂടാരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പാസ്റ്ററോട് ചോദിച്ചേ, പാസ്റ്റർ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു അമ്മാമ്മയായിട്ട് 10 പേരുള്ളപ്പോൾ 7 പേർ എന്നോട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ സിറ്റിയിൽ ഒരു ആരാധന തുടങ്ങണം കേട്ടോ. ജനുവരിയിൽ പാസ്റ്റർ വാക്ക് കേട്ട് മാത്രം പ്രൈസ് ദി ലോർഡ് ഒരു ആരാധന തുടങ്ങാൻ ദൈവം വഴിയൊരുക്കി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു 10-20 പേര് വരുന്നുണ്ട്, ഡോക്ടറും എൻജിനീയേഴ്സും. എന്നോട് പാസ്റ്റർ പറഞ്ഞ അതേ വാക്ക് പോലെ എന്താ പറഞ്ഞതെന്നറിയാമോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെ അങ്ങ് തരും കേട്ടോ, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. ആ വാക്ക് പ്രൈസ് ദി ലോർഡ് ഞാൻ അങ്ങനെ അങ്ങ് അനുസരിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് വറങ്കൽ പട്ടണത്തിൽ ഒരുങ്ങി വരുക. ഞാൻ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ പട്ടിണി പാവങ്ങളാ. സ്വോത്രകാഴ്ച ഇട്ട എല്ലാവരും കൂടെ ഒരു 100 പേര് വന്നാലും എത്ര കിട്ടുമെന്ന് അറിയാം? 200 രൂപ സ്വോത്രകാഴ്ച കിട്ടുമായിരിക്കും. ഒത്തിരി ഗ്രാമങ്ങളിൽ പ്രവർത്തനമുണ്ട്. ഒരുപാട് സുവിശേഷകരെ ഞങ്ങൾ ഒരുക്കിയെടുത്തിട്ടുണ്ട്. ജോസാൻ ഈ മാസങ്ങളിൽ ഇന്ന് അമ്മാമ പറയുക, കുറച്ച് ദിവസമൊക്കെ പോയില്ലെങ്കിൽ മൗനമായി തുടങ്ങും ജോസാൻ. അന്നേരം ഞാൻ പറയും, വടക്കേന്ത്യയിൽ പൊക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ചിരി വരുമെന്ന് മുഖത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ആ വടക്കേന്ത്യയിലേക്ക് വരുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒത്തിരി പേര് ഒരുക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ നന്മ. ഹല്ലേലൂയ. ഈ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ഉപദേശിമാര് പോയി നടന്നുണ്ടാക്കിയതാ ഈ സഭകളൊക്കെ.
ഇന്ന് വിദ്യാഭ്യാസമുള്ള, അതായത് PhD MTH ഉള്ള ദൈവദാസന്മാരല്ല ചെറു സഭകൾ ഉണ്ടാക്കിയത്. കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ വീടുകൾ കയറിയിറങ്ങി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും തല്ലും തെറിയും വിളികേട്ട് ഉണ്ടാക്കിയതാ ഈ സഭകളൊക്കെ. ഹല്ലേലൂയ. IPCയുടെയും ഷാരോന്റെയും അല്ലയോ ചർച്ച് ഓഫ് ഗോഡിന്റെയും പെന്തിക്കോസ് സഭകളൊക്കെ ഉണ്ടാക്കിയത് PhD ഉള്ള ദൈവദാസന്മാരല്ല. ആരാന്നറിയോ? കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും വിദ്യാഭ്യാസം ഉള്ളവര് ഹല്ലേലൂയ ഡ്രം അടിച്ച് പാട്ടുപാടി ഹല്ലേലൂയ പാളയിലിരുന്ന് ആരാധിച്ച് ഹല്ലേലൂയ കയറി നിറങ്ങി കുടിലുകൾ ഉണ്ടാക്കിയിട്ട് നടത്തിയതാ. ഇതൊക്കെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് ഹല്ലേലൂയ AC ഉള്ള ഹാളില് ഇതേ ഫാന്റെ അടിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ നമുക്കെല്ലാം നന്മ ലഭിക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ അപ്പച്ചന്മാര് കൊടുത്ത വിലയാ. Because of your father Abraham, I am going to bless you. I am going to plant you in the same land. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് കൈകളിൽ ഒന്ന് അടിച്ചേ. പരിശുദ്ധാത്മ പണിയ നമ്മളെ. Hallelujah. 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 വലിയ അനുഗ്രഹങ്ങളെ പ്രവചിക്കണ്ട, പണിയാൻ പറയാനാ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പ്രസംഗിക്കുന്നത് കേട്ടോ. പ്രൈസലോ, ഇന്നലെ ഞാൻ പരിശുദ്ധാത്മാവ് തന്ന വാക്യവാ. ഞാൻ വീണ്ടും ചോദിച്ചു, കർത്താവേ ഇത് തന്നെ പറയണോ? ഇവിടെ ഉള്ളവരൊക്കെ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ ഹല്ലേലൂയ, ഈ മലയാളത്തിൽ പറയുന്ന ഭാഷ ശരിയാണോ എന്നറിയത്തില്ല. പലരും താപ്പാനകളാ. ഈ താപ്പാനുകളോട് പ്രസംഗിക്കുന്ന അത്ര ഈസിയൊന്നുമല്ല. ഹല്ലേലൂയ. പക്ഷേ എനിക്ക് ബോധ്യമുണ്ട് എന്നെ പരിശുദ്ധാത്മാവ് ഇവിടെ നിർത്തിയതെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പലരുടെയും ഹല്ലേലൂയ അടിസ്ഥാനങ്ങളെ സ്വർഗത്തിലെ ദൈവം പണിതെടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപികളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന വ്യക്തികളെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുകളായി ഇത്. ദേശത്ത് നെടുകയും കുറുകയും നടന്ന് ആത്മാക്കളെ പ്രാപിക്കുന്ന വ്യക്തികളായി ഹല്ലേലൂയ ദൈവം എഴുന്നേൽപ്പിക്കുന്ന നാളുകളായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറിയാവുന്നത് പറഞ്ഞാൽ മതി. നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോഴല്ലോ ഞങ്ങളുടെ പാസ്റ്റർമാർക്ക് ഇതിൻ്റെ ഒന്നും 100% അറിയത്തില്ല. ഹലോ, ചില ഈ 10-20 വർഷമായി വിശ്വാസികൾ എന്നോട് ചോദിക്കും, എന്നാ ഞാൻ പ്രസംഗിക്കേണ്ടേ? എനിക്കറിയത്തില്ല ബ്രദറെ, അങ്ങനെ ഒരു വരവില്ല. അങ്ങനെ ഒരു വര ആർക്കും കൊടുത്തിട്ടില്ല. ചെയ്തു തുടങ്ങുമ്പോൾ ദൈവം താലന്തുകളെ വർദ്ധിപ്പിക്കുന്നതാ. നിനക്ക് ഒരു പിടിയുള്ളോ? ഹല്ലേലൂയ. ഒരു പിടി വിതയ്ക്കുമ്പോൾ ആർപ്പോടെ കൊയ്യാനായിട്ട് സ്വർഗത്തിലെ ദൈവം തരുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാസ്റ്റർമാരായിട്ട് ആരെയും ദൈവം വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. അഭിഷിക്തരായി അവരെ അഭിഷേകം ചെയ്തതാ ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷമാ അപ്പോസ്തലനായ പൗലോസിനെ ഞാൻ ഹല്ലേലൂയ ഉദ്ദേശിക്കുന്ന വേലയ്ക്കായിട്ട് പ്രാർത്ഥിച്ച് വേർതിരിക്കാൻ പറഞ്ഞത്. അറിയാവുന്ന പറയുക. അറിയാവുന്ന പറഞ്ഞു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഓരോന്നോരോന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, എന്താ ചട്ടങ്ങള്? എന്താ ചട്ടങ്ങള്? ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ചട്ടങ്ങളും പ്രമാണങ്ങളും. എന്താ? 5 ഒന്ന് പറഞ്ഞേ. ആദ്യത്തേതേതാ? എൻ്റെ വാക്ക്. നിയോഗം. നിയോഗം എന്താ? ആരാധന. കൽപ്പനകൾ നമുക്കറിയാം, 10 കൽപ്പനകൾ. ഈ കൽപ്പനകൾ ലംഘിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഈ അനുഗ്രഹത്തിൻ്റെ സുരക്ഷ നമ്മളിൽ നിന്ന് വിട്ടുപോകും. രോഗങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഈ രോഗങ്ങളുണ്ടാവും കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ കൽപ്പനയ്ക്കുള്ളിൽ നിൽക്കാത്തത് കൊണ്ടാണ്. ഈ കൽപ്പനയ്ക്കുള്ളിൽ നിൽക്കാതെ നമ്മൾ അധികാരത്തോടെ പ്രസംഗിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മൾക്ക് തിരിച്ചടി. നമുക്കൊരു വിരോധിയുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കൈകൾ ഒരു വ്യക്തിക്ക് വേണ്ടി നീട്ടുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധി ഇല്ലെങ്കിലുണ്ടല്ലോ പിശാച് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ആക്സിഡന്റില് ഇല്ലെങ്കിൽ പ്രശ്നത്തിൽ പെട്ടുപോകും, രോഗത്തിൽ പെട്ടുപോകും. നമുക്ക് ശരീരത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ശരീരത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കണം. സമ്പത്തിൽ നമുക്ക് നന്മകൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലൊക്കെ ഈ വാതിൽ പടിയിൽ എഴുതി വെക്കുമായിരുന്നു, നിന്റെ ചട്ടങ്ങൾ എൻ്റെ ഭവനത്തിൽ നിന്റെ കീർത്തനമാകുന്നു. അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, നിന്റെ അതായത് ഈ പ്രമാണിച്ചു വരേണ്ടതാ.
നമുക്കൊരു തേങ്ങ വീണ് കഴിഞ്ഞാൽ അയലക്കംകാരനൊരു തേങ്ങ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കരുത്. കൊണ്ടുപോകണം, എടുത്തു കൊടുക്കണം. നമ്മൾ തേങ്ങ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോണ്ടല്ലോ ഒരു കൂട്ടം അയലക്കംകാർക്ക് കൊണ്ടു കൊടുക്കണം. ഹലോ ഹലോ, വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയുന്നതല്ല, അത് പിച്ച കൊടുക്കുന്നതാ. പിച്ച കൊടുക്കുന്നതല്ല. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നല്ല ചക്കയുണ്ടോ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കണം. ആർക്കാ? ഇല്ലാത്തവന്റെ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കണം. അത് പ്രമാണമാ. 7-ാം വർഷത്തിൽ എന്ത് ചെയ്യണം? മുന്തിരിവള്ളി വിട്ടുകൊടുക്കണം. അന്യനും പരദേശിക്കും വിട്ടുകൊടുക്കണം. ഒരു വർഷത്തെ ഒരു തേങ്ങാക്കൊലയെങ്കിലും ആർക്കെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഒരു ചക്കയെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടോ? നന്മ ലഭിക്കുമ്പോ അതിന്റെ ഒരു വീതവുമായി ഒരു വിധവയെങ്കിലും കാണാൻ നമ്മൾ പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. അബ്രഹാം, എന്റെ വിധികൾ അനുസരിച്ചുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ സമ്പാദിച്ചതൊക്കെ നമ്മുടെ ബാങ്കിൽ ബാലൻസ് കിടന്നാലും നമ്മുടെ മക്കൾ നന്നാവണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ മക്കൾ നിർബന്ധം എപ്പോഴാണെന്നറിയാമോ? ഈ വചനം, ബിക്കോസ് ഓഫ് എബ്രഹാം, അബ്രഹാം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അവന്റെ ജീവിതത്തിലും ക്ഷാമമുണ്ടാകും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ക്ഷാമമുണ്ടായതുപോലെ ഇസഹാക്കിന്റെ ജീവിതത്തിലും ക്ഷാമമുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ക്ഷാമമുണ്ടാകും. ആ ക്ഷാമത്തിന്റെ സമയത്ത് നമ്മുടെ മക്കൾ സുരക്ഷിതമായിരിക്കണമെങ്കിൽ, അവർ അന്യദേശത്ത് നന്മ അനുഭവിക്കണമെങ്കിൽ, അവർ നടക്കുന്ന വഴികളിൽ. ഒരിക്കലും മെൽബണിൽ ചെന്നപ്പം എന്നെ ആ സഭയില്, പാസ്റ്റർ വിൽസിന്റെ സഭയില് 38 സുവിശേഷകരുടെ മക്കളുണ്ട്, 38 കുടുംബങ്ങളുണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് നിന്നിട്ട് സ്തോത്രം പറഞ്ഞിട്ടൊന്ന് പോണേ. എൻ്റെ അപ്പൻ അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്വീകരിച്ചതുകൊണ്ട്, ദൈവമക്കൾ വീട്ടിൽ കയറി വന്നുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് ഹല്ലേലൂയ പണിയപ്പെടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ തന്ന മുതലുമായിട്ടല്ല ഈ നാട്ടിലേക്ക് വന്നത്. എന്നാൽ എൻ്റെ അപ്പൻ ഹല്ലേലൂയ കർത്താവിൻ്റെ വേല ചെയ്തതുകൊണ്ട് ആ വാക്കുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ ഏത് ഹല്ലേലൂയ ക്ഷാമമുള്ള ദേശത്തേക്ക് എടുത്തെറിഞ്ഞാലും നമ്മൾ ദൈവത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളെങ്കിൽ അവരവിടെ ഹല്ലേലൂയ വളർന്നു വരും, അവരവിടെ നടന്നു വരും. എന്താണ്? because of your father Abraham I am going to bless you. hallelujah. നിന്റെ പിതാവായ അബ്രഹാം കാരണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. hallelujah. നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്നും പ്രയോജനമില്ലാത്ത സമയം വരും. പക്ഷെ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്തത് നമ്മുടെ മക്കൾക്ക് നന്മയായി തീരും. അബ്രഹാം സമ്പാദിച്ച കാളയും കഴുതയും ഒട്ടകവും ദാസന്മാരും തീർന്നുപോയി. അതുകൊണ്ട് ഇസഹാക്ക് ഗരാറിലേക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു, മോനെ, നിന്റെ അപ്പൻ എന്നെ അനുസരിച്ചതുകൊണ്ട് കുറച്ച് ബാങ്ക് ബാലൻസ് എൻ്റെ അടുത്ത് കിടപ്പുണ്ട്, അത് നിനക്ക് ഞാൻ തരാം. പ്രേക്ഷലോ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നടന്നത്, പ്രേക്ഷലോ, 10 രൂപ ആർക്കെങ്കിലും വിളിച്ചു കൊടുത്തതൊന്നുമല്ല, 100 രൂപ ഓഫീസിൽ കൊണ്ട് എഴുതിയതൊന്നുമല്ല. നമ്മുടെ ശരീരം ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിനുവേണ്ടി നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പാളയത്തിന് പുറത്തേക്ക് നമ്മൾ നിന്ന് വഹിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാം നന്മ എണ്ണി സ്വർഗത്തിലെ ദൈവം നമ്മുടെ തലമുറയ്ക്ക് നൽകും. ഹല്ലേലൂയ. ആരുമില്ലല്ലോ ഞാൻ ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കാൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വേദനയോടെ കരയേണ്ട സമയം വരും. ഹല്ലേലൂയ. നീ ഉണ്ടാക്കിയതെല്ലാം എവിടെ ഇരിക്കുന്നുവോ അവിടെ നിന്റെ മനസ്സും ഇരിക്കുമെന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ വാക്ക് ഈ രാത്രിയിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാ. ഹല്ലേലൂയ. നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി വിതയ്ക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവവേലയ്ക്ക് വേണ്ടി ഈ ശരീരത്തെ ഉപയോഗിക്കാൻ തുടങ്ങണം. ദേശത്ത് നെടുകയും കുറുകയും നടന്ന് ഹല്ലേലൂയ ഈ സത്യവചനം ഹല്ലേലൂയ ഘോഷിക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഈ ദേശത്ത് നമ്മൾ നേടുകയും കുറുകയും നടക്കുമ്പോൾ ദേശം രക്ഷിക്കപ്പെടും, ദേശത്തിന് സൗഖ്യമുണ്ടാകും. നിന്റെ കാലടികളിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. നീ പോകാതെ നടക്കത്തില്ല, മറ്റൊരാളെ ദൈവം അയക്കത്തില്ല. നീ പോകേണ്ടടുത്ത് നീ തന്നെ പോകണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാളെ അയച്ചോളൂ എന്ന് പറയരുത്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. ഹല്ലേലൂയ.
റിബാ ശതലദുരാലഗബ. യേശുവേ നിനക്ക് സ്തോത്രം. റാബാ ശന്തലദുരാലഗബ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വിളി പലരിലേക്കും ഹല്ലേലൂയ ഇന്ന് രാത്രി വീണ്ടും പകരപ്പെടുകയാ. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞത് ഇതാ, ഒരുങ്ങുക, ഈ ദേശത്തെ വിടുവിക്കേണ്ട സമയമായി. ഹല്ലേലൂയ. ഉത്സവത്തിന്റെ ശക്തികൾ തകർന്നു പോകണം, ആചാരത്തിന്റെ ശക്തികൾ തകർന്നു പോകണം. അതിനുവേണ്ടി അഭിഷിക്തരായ നിങ്ങളുടെ ഹല്ലേലൂയ കാൽപാദങ്ങൾ ദേശത്ത് നെടുകയും കുറുകയും നടക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം തന്ന ധനം ഹല്ലേലൂയ അത് ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ച് കൊടുക്കുമ്പോ ദൈവം നിന്റെ മക്കളെ ഹല്ലേലൂയ ദേശത്ത് പ്രാപ്തരാക്കി വളർത്തും. Praise the Lord. Hallelujah. Oh, praise you, Jesus. നമുക്ക് കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവം പലരെയും പണിയുക. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി കണ്ണുകൾ അടച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവം ഈ രാത്രി പകലരെയും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ വിളിച്ച് വേർതിരിക്കുക. ഹല്ലേലൂയ. പല പത്രോസുമാർ ഇവിടെയുണ്ട്, പല പൗലോസുമാരും ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ദേശത്ത് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ ഒരുങ്ങി വരുന്ന രൂപപ്പെട്ടു വരുന്ന ദൈവദാസന്മാർ ഇവരുടെ മധ്യത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടുന്ന് തീനാളങ്ങളുമായി ഹല്ലേലൂയ ദീപശിഖ പോലെ തീനാളങ്ങളുമായി ഹല്ലേലൂയ സഭയിൽ നിന്ന് നെടുകയും കുറുകയും പോകുന്നത് ഇന്ന് ജെസ്സിക്ക് ദൈവം കൊടുത്ത ദർശനമാ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പട്ടണമായി മാറുന്ന സമയമാ. ഈ ഹല്ലേലൂയ ദൈവജനമേ, നിങ്ങൾ ദൈവത്തിന്റെ പട്ടണമായി മാറും. ഭാരതദേശത്തിലേക്ക് സുവിശേഷത്തിന്റെ കാഹളം ധ്വനിപ്പിക്കുവാൻ അനേകരെ ഹല്ലേലൂയ വാർത്തെടുക്കുന്ന ഒരു പണിപ്പുരയായി ദൈവം ഇതിനെ വാർത്തെടുക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കുറെ ദിവസം മുമ്പ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ചോദിച്ചു, കർത്താവേ, അദ്ദേഹം ഒരു നീതിമാനായ മനുഷ്യനാണല്ലോ, എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആളുകൾ വെറുതെ അദ്ദേഹത്തിനെതിരായിട്ട് നിർത്തുന്നേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ എന്നാണെന്നറിയോ? അവരുടെ ഇടയിൽ അവൻ പെട്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചതാ. അവരുടെ ഇടയിൽ പെട്ടുപോയ രാഷ്ട്രീയത്തിൽ മുങ്ങിപ്പോകും. അവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ വചനത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ വിശുദ്ധിയും വേർപാടും ദൈവകൃപയുള്ളൊരു മനുഷ്യനെ മാത്രമേ. ഹല്ലേലൂയ. കള്ളം പറയുന്നൊരു മനുഷ്യനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ കരങ്ങളിൽ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ കള്ളം പറയാത്ത നാവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ചേർന്ന് പോയാൽ ഹല്ലേലൂയ വിധിക്കുന്നവനും തകർക്കുന്നവനും ഹല്ലേലൂയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ട മനുഷ്യനെ പോലെ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ വേർതിരിച്ച് എൻ്റെ കൈവെള്ളയിൽ നിർത്തിയിരിക്കുകയാണെന്ന്. ഓ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ പണിയപ്പെടണം. നിന്റെ പിതാവായ അബ്രഹാം, ആ ഒരു വാക്ക് മറക്കരുത്. ബിക്കോസ് ഓഫ് യുവർ ഫാദർ എബ്രഹാം. ഹല്ലേലൂയ. ഒന്നുകൂടി ആ വാക്കൊന്ന് വായിക്കാമോ? എനിക്കിപ്പോഴും ഇഷ്ടമുള്ള, എത്ര വായിച്ചാലും മതിയാകാത്തൊരു വാക്യം ഒന്ന് വായിക്കാമോ? അബ്രഹാം എന്റെ വാക്ക് കേട്ട്, എന്റെ വാക്ക് കേട്ടു, എന്റെ നിയോഗം കൽപ്പനകളും, എന്റെ വാക്ക് കേട്ടു, എന്റെ നിയോഗം, എന്റെ കൽപ്പന, ചട്ടങ്ങളും, എന്റെ ചട്ടങ്ങൾ, പ്രമാണങ്ങളും, എന്റെ പ്രമാണങ്ങൾ അനുസരിച്ചതുകൊണ്ട് അവന്റെ സന്തതിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. മറ്റു പലരും നമ്മുടെ ദേശത്തെ കൈവശമാക്കരുത്. നമ്മുടെ ദേശം യേശുവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ദേശത്തിൽ നമ്മൾ സ്ഥിരപ്പെടുക. ഞാൻ വീണ്ടും പറയട്ടെ, പ്രവചനം ആത്മാവിൽ വിളിച്ചു പറയുന്ന സത്യമാണ്. പക്ഷേ വചനമനുസരിച്ചില്ലെങ്കിൽ ആ പ്രവചനത്തിൻ്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവചനം എത്ര വർഷം ദാവീദിനോട് പറയുന്ന വാക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചതാ, പക്ഷേ ഇനി അത് ചെയ്യത്തില്ല. അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? അതായത് അബ്രഹാമിന് വിളിച്ചത് 75-ാമത്തെ വയസ്സിലാണ്. ആ 75-ാമത്തെ വയസ്സിൽ വിളിക്കുമ്പോൾ തന്നെ പ്രൊഡക്റ്റീവ് പവറുണ്ട്. 86-ാമത്തെ വയസ്സിൽ ഇസ്മായിൽ ജനിച്ചത്. അവൻ ജനിപ്പിക്കാൻ കഴിവില്ലാത്തവനല്ലായിരുന്നു. പക്ഷേ വാഗ്ദാന സന്തതി ജനിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 10 വർഷം എവിടെയായിരുന്നു അറിയോ? ഈജിപ്തിലായിരുന്നു.
അതായത് മിസ്രയീം ദേശത്തേക്ക് പോയി 10 വർഷം ദൈവം സംസാരിച്ചില്ല. 10 വർഷം എന്ത് ചെയ്യുന്നറിയോ? ഹാഗാറിനോടൊപ്പമായിരുന്നു. ആ 10 വർഷം പോയി, 20 വർഷം വെറുതെ കളഞ്ഞു. അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളുമേ നീട്ടിക്കളയുന്ന ആരാന്നറിയോ? നമ്മളാ. ദൈവമല്ല നീട്ടുന്നേ. പ്രേക്ഷല്ലോ, 99 വയസ്സിൽ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, ഞാനും നീയുമായിട്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഒരു നിയമം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുൻപിൽ നീ നിന്നാരഹിതനായി നിന്നാരഹിതനായി നിൽക്കുന്നവരോട് മാത്രമേ ദൈവത്തിന് നിയമം ചെയ്ത് അത് പാലിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ പിശാച് നിന്റെ മധ്യത്തിൽ കയറി വരും. അവൻ അവകാശം പറയും. അവകാശം ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണമെന്നുണ്ട്. കർത്താവേ, എൻ്റെ നാവിനെ നിന്റെ രക്തം കൊണ്ടൊന്ന് കഴുകുന്നു, എൻ്റെ കണ്ണിനെ നിന്റെ രക്തം കൊണ്ടൊന്ന് കഴുകുന്നു എന്ന് മുട്ടേ നിന്നിട്ടൊന്ന് പറഞ്ഞ് നിന്റെ കണ്ണുകൾക്ക് വ്യത്യാസമുണ്ടാകുക. യൗവനക്കാരാ, നിന്റെ കണ്ണുകൾക്ക് വ്യത്യാസമുണ്ടാകും. യൗവനക്കാരി, നിന്റെ കണ്ണുകൾക്ക് വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ. നിന്റെ ചിന്തകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കും. പൈശാചികന്റെ പാമ്പുകൾ ഈ ശരീരത്തൂടെ ഇഴഞ്ഞു നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കുവാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, ഈ നിന്റെ ഒരു ഉപകരണമായി തീരണം ഈ ശരീരമെന്ന്. ഹല്ലേലൂയ. ഞാൻ ചെല്ലുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടണം. ഞാൻ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ കുടുംബത്തിന്, ഞാൻ പലരുടെയും കുടുംബത്തിൽ കയറി ചെന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കും, ആ കുടുംബത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ചിലരുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് ഞാൻ അവരുടെ ജീവിതത്തെ നോക്കും, അവർക്കൊരു വ്യത്യാസം ഉണ്ടായോ? ഇല്ലെങ്കിൽ ഞാൻ പോയത് വ്യർത്ഥമാകും. വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെന്ന ഗ്രാമങ്ങളിൽ വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. കുടിലുകൾ മാത്രമുള്ളായിരുന്ന കുടുംബങ്ങളിൽ ഹല്ലേലൂയ അനേകം നന്മകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കാലുകൾക്ക് അഭിഷേകമുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയെ പണിയാൻ നമ്മുടെ കാലുകൾക്ക് ശക്തിയുണ്ട്. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച വ്യക്തി ജീവിതങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട്. ഹല്ലേലൂയ. അവർക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുമോ? ഇന്ന് ഒരു തീരുമാനവുമായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ശരീരത്തിലൂടെ വ്യക്തിപരമായി അനുഗ്രഹങ്ങളെ ഒഴുക്കാൻ ശക്തനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിക്ഷിപ്തമായി നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, വാഗ്ദാനങ്ങൾ നമ്മുടെ നിക്ഷേപങ്ങളാ. അത് നമുക്ക് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ്, കർത്താവേ, ഈ ശരീരത്തെ മുഴുവനായി കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ്, കർത്താവേ, ഈ ശരീരങ്ങളെ ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ പണിയപ്പെടുവാൻ ഞാൻ വിട്ടു തരികയാണ്. ഓരി ഭാരഭാഷതലതുരാലകബ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുട്ടയിൽ നിന്നിട്ട്, കർത്താവേ, നീ എൻ്റെ കണ്ണുകളെ, എൻ്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, നാവിനെ, എൻ്റെ ചിന്തകളെ, ഹല്ലേലൂയ, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകുന്നു. ഹല്ലേലൂയ. പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് മുട്ടയിൽ നിന്നിട്ട് കിടക്കയിൽ പായിൽ നിന്ന്, ഹല്ലേലൂയ, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ബെഡിൽ നിന്ന് ഇറങ്ങി, ഹല്ലേലൂയ, ആ നിലത്ത് മുട്ടുകുത്തി കൈകൾ ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ ശരീരത്തെ ഞാൻ തരുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളിൽ ഒരു വിശുദ്ധി ദൈവം തരും. നമ്മുടെ നാവിൽ ഒരു വിശുദ്ധി ദൈവം തരും. ഹല്ലേലൂയ. എന്ത് കണ്ടാലും പ്രകോപിക്കപ്പെടാത്ത വിധത്തിൽ, എന്ത് കണ്ടാലും ആഗ്രഹിക്കാത്തൊരു കണ്ണുകളെ ദൈവം തരും. എത്ര സൗന്ദര്യം കണ്ടാലും ആഗ്രഹിക്കാത്ത, വ്യഭിചാരം ചെയ്യാൻ പറ്റാത്തൊരു കണ്ണുകളെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. കള്ളം പറയാൻ പറ്റാത്തൊരു നാവിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. കർത്താവേ, എനിക്കത് വേണമെന്ന് ഒരു പറയുന്നൊരു വല്ലംകാരി ഉയർത്തിക്കേ, ഞാനിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു ഒന്ന് വായി കൊണ്ട് പറയണം അത്. കർത്താവേ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ പ്രാപിച്ചെടുക്കുന്നു. ഒന്ന് പറയാമോ? കൈകൾ ഉയർത്തി പിടിച്ചെടുന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. റീബാരബാശതലതുരാലകബ. കർത്താവേ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുറിയിലിരുന്നു കൊണ്ട്, ഹല്ലേലൂയ, ഒന്ന് പറയാമോ? മുട്ടേ വരാൻ പറ്റുമെങ്കിൽ മുട്ടേന്ന് വരുന്നുകൊണ്ട് ഒന്ന് പറയാമോ? സ്വർഗ
സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ കരങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം മുട്ടയിൽ വന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മുട്ടയിൽ നിന്ന് കൈകളെ ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ കരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ഈ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ എൻ്റെ കരങ്ങളെയും എൻ്റെ ശരീരത്തെയും ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ സകല വാഗ്ദാനങ്ങളും നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുക. ആ വാഗ്ദാനങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടട്ടെ. നിന്റെ മക്കൾ ഈ ദേശത്ത് അനുഗ്രഹം പ്രാപിക്കട്ടെ. നിന്റെ മക്കൾ ഈ ദേശത്ത് ഹല്ലേലൂയ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ. നിന്റെ മക്കൾ പോകുന്ന ദേശത്തൊക്കെയും അവരോടൊപ്പം ദൈവത്തിന്റെ കരമിരിക്കട്ടെ. അവരെ ഉയർത്തുന്നവരായി, അവരെ ഉണർത്തുന്നവരായി, അവരെ പിടിച്ചു നിർത്തുന്നവരായി നമുക്ക് ഈ സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്നും നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. ഇന്ന് നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിയിട്ട് ഹല്ലേലൂയ. നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജനിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ റിബോ റബോ ശബ്ദലോ രഗബ. ഒന്ന് കൽപ്പിച്ച് എൻ്റെ മകന്റെ മേൽ നിന്ന് പൈശാചികന്റെ ശക്തികൾ വിട്ടുമാറട്ടെ. അവന്റെ ഹല്ലേലൂയ ആരോഗ്യത്തിന് മേലുള്ള ഹല്ലേലൂയ ശക്തികൾ വിട്ടുമാറട്ടെ. അവന്റെ മേലുള്ള അവളുടെ മേലുള്ള സാമ്പത്തിക നന്മയുടെ ഒഴുക്കുകളെ തടഞ്ഞു വെക്കുന്ന പൈശാചികന്റെ ശക്തികൾ നിങ്ങളുടെ വായൊന്ന് വിളിച്ചു പറഞ്ഞു ഒന്ന് പ്രവചിച്ചേ. ഹല്ലേലൂയ. പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തോട് പറയുക, പ്രവാചകൻ, ദൈവമേ നീ അത് അറിയുന്നു. ഹല്ലേലൂയ. നീ പ്രവചിക്കുക. കുടുംബത്തെ നോക്കി പ്രവചിക്കാം, മക്കളെ നോക്കി പ്രവചിക്കാം. തലമുറയിലേക്ക് ദൈവത്തിന്റെ ശക്തി പകരപ്പെടുവാൻ വാഗ്ദാനങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുക. കർത്താവേ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കൈകൾ ഉയർത്തിയിട്ട് ദൈവത്തിലേക്ക് നോക്കി ഒന്ന് പറഞ്ഞേ, എൻ്റെ ഹല്ലേലൂയ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ പണം കൊണ്ട് അവർ നന്മ അനുഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എവിടെ കറങ്ങിപ്പോയാലും, എവിടെ ക്ഷാമത്തിൽ ഉൾപ്പെട്ടു പോയാലും അവനെ നിലനിർത്തുന്നത് എൻ്റെ ദൈവത്തിന്റെ കരമാണെന്ന് എനിക്കറിയാം. നിന്നിലേക്ക് നോക്കി ഞാൻ നിലവിളിക്കുന്നു. എന്നെ ഏൽപ്പിച്ച മക്കൾ ഹല്ലേലൂയ അവർ സുരക്ഷിതരായിരിക്കാൻ, അവർ ക്ഷാമത്തിൽ നശിച്ചു പോകാതിരിക്കാൻ അബ്രഹാമിനെ പോലെ ഞാൻ അനുസരിക്കും. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അവൻ എൻ്റെ വാക്ക് കേട്ടു. കർത്താവേ, ഞാൻ നിന്റെ വാക്ക് കേൾക്കും. വായി കൊണ്ട് പറയണം. ഞാൻ നിന്റെ വാക്ക് കേട്ടു. യഹോശുവയോട് ദൈവം പറയും, നീ സക്സസ് ആകാനായിട്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുവനും നിന്റെ മുമ്പിൽ നിൽക്കാതിരിക്കേണ്ടതിന് എന്റെ വചനം രാവും പകലും ധ്യാനിച്ചു കൊള്ളുക. അത് നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ വായിലൂടെ വിളിച്ചു പറയണം. ഹല്ലേലൂയ. നന്മകൾ വിളിച്ചു പറയണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ നന്മകൾ വിളിച്ചു പറയണം. സ്വർഗത്തിലെ ദൈവമേ, ഞാൻ ഈ ജനത്തെ ഹല്ലേലൂയ നമ്മുടെ നന്മകൾ ഞാൻ എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു വിളിച്ചു പറഞ്ഞ് 1 മാസമല്ല 2 മാസമല്ല, ഈ ദേശത്ത് മക്കൾ അനുഗ്രഹിക്കുന്നവരെ വിളിച്ചു പറയണം. എന്റെ മക്കൾ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. അവർ എന്റെ മക്കൾ ഹല്ലേലൂയ. എന്റെ പണത്തിലൂടെയല്ല, അവരുടെ നടപ്പ് അനുഗ്രഹിക്കപ്പെടും. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ മക്കൾ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. എന്റെ മക്കൾ ഈ ദേശം ഹല്ലേലൂയ പ്രാപ്തിയാക്കും. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനം എന്റെ ജീവിതത്തിലേക്ക് പകരപ്പെടും. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങള് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. മാതാപിതാക്കൾ ഇവിടെ ആയിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസനായി നിന്നുകൊണ്ട് ആ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക. അബ്രഹാമിന്റെ അനുഗ്രഹം ഞാൻ പ്രാപിച്ചുകൊണ്ട്, അബ്രഹാമിന്റെ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ജനത്തെ നോക്കി, അവരുടെ മക്കളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, അവർ ഈ ദേശത്ത് ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരായിരിക്കുന്ന ദേശത്ത് അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുണ്ടാക്കിയ ഭവനത്തിൽ അവർ സമാധാനത്തോടെ ജീവിക്കട്ടെ. തകർത്ത് കളയുന്ന പൈശാചിക ശക്തികൾ, തകർത്ത് കളയുന്ന പാമ്പിന്റെ ശക്തികൾ ഇളകി മാറുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ദേശാധിപതികളുടെ ശക്തികൾ ക്ഷയിച്ചു പോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേശാധിപതികളുടെ ശക്തികൾ, തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്ന ദേശാധിപതികളുടെ ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. മക്കളെ നോക്കി വെല്ലുവിളിക്കുന്ന നിന്നോട് ഞാൻ
യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, വിട്ടുമാറുക, നിന്റെ കൈകൾ പിൻവലിക്ക. ഓ ഞാൻ യേശുവിന്റെ അധികാരത്തോ നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ, മക്കളെ നോക്കി പ്രവചിച്ചാട്ടെ, മക്കളെ നോക്കി പറഞ്ഞാട്ടെ, എന്റെ മകൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ മകൾ അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് ഞാൻ എന്റെ മക്കളുമായി ദൈവത്തെ ആരാധിക്കും. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. നിന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഈ ജനത്തിന്റെ മേൽ പതിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുക.